എസെക്കിയേൽ 23 2 സഹോദരികൾ. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഒരമ്മയ്ക്ക് 2 പുത്രിമാരുണ്ടായിരുന്നു. അവർ ഈജിപ്തിൽ വെച്ച് തങ്ങളുടെ യൗവനത്തിൽ വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെട്ടു. അവിടെ വച്ച് അവരുടെ പയോദരങ്ങൾ അമർത്തപ്പെട്ടു. കന്യകകളായിരുന്ന അവരുടെ മാറിടം സ്പർശിക്കപ്പെട്ടു. മൂത്തവളുടെ പേര് ഓഹോല എന്നും ഇളയവളുടെ പേര് ഓഹോലിബ എന്നും ആയിരുന്നു. അവർ എൻ്റേതായി. അവർക്ക് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. അവരിൽ ഓഹോല സമരിയായെയും ഒഹോലിബ ജെറുസലേമിനെയും സൂചിപ്പിക്കുന്നു. ഒഹോല എൻ്റേതായിരുന്നപ്പോൾ വ്യഭിചാരം ചെയ്തു. അവൾ അസീറിയക്കാരായ തൻ്റെ കാമുകന്മാരിൽ അഭിലാഷം പൂണ്ടു. നീലവസ്ത്രധാരികളായ യോദ്ധാക്കളും ദേശാധിപതികളും സേനാധിപതികളും ആയ അവർ അഭികാമ്യരും അശ്വരൂഢരുമായ യുവാക്കന്മാരായിരുന്നു. അസീറിയയിലെ പ്രമുഖന്മാരായ അവരോടുകൂടെ അവൾ ശയിച്ചു. താൻ മോഹിച്ച എല്ലാവരുടെയും ബിംബങ്ങളാൽ അവൾ തന്നെ മലിനയാക്കി. ഈജിപ്തിൽ വെച്ച് പരിശീലിച്ച വ്യഭിചാരവൃത്തി അവൾ ഉപേക്ഷിച്ചില്ല. അവർ അവളുടെ യൗവനത്തിൽ അവളോടൊപ്പം ശയിച്ചു. കന്യകയായ അവളുടെ പയോദരങ്ങൾ അമർത്തി. അവർ തങ്ങളുടെ വിഷയാസക്തി അവളിൽ ചൊരിഞ്ഞു. ആകയാൽ അവൾ അത്യന്തം മോഹിച്ച അവളുടെ കാമുകന്മാരായ അസീറിയക്കാരുടെ കരങ്ങളിൽ അവളെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവളുടെ നഗ്നത അനാവരണം ചെയ്തു. അവർ അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചെടുക്കുകയും അവളെ വാളിനിരയാക്കുകയും ചെയ്തു. ന്യായവിധി അവളുടെ മേൽ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു പഴമൊഴിയായി മാറി. അവളുടെ സഹോദരി ഒഹോലിബ ഇതു കണ്ടു. എന്നിട്ടും വിഷയാസക്തിയിലും വ്യഭിചാരത്തിലും തൻ്റെ സഹോദരിയേക്കാൾ വഷളായിരുന്നു അവൾ. അസീറിയക്കാരെ അവളും അത്യന്തം മോഹിച്ചു. സ്ഥാനപതികൾ, സേനാപതികൾ, പടക്കോപ്പണിഞ്ഞ യോദ്ധാക്കൾ, അശ്വരൂഢരായ യോദ്ധാക്കൾ എന്നിങ്ങനെ ആരും ആഗ്രഹിക്കുന്ന യുവത്തിടമ്പുകളെ അവളും മോഹിച്ചു. അവൾ അശുദ്ധയായി എന്ന് ഞാൻ കണ്ടു. അവർ ഇരുവരും ഒരേ മാർഗമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇവൾ തൻ്റെ വ്യഭിചാരവൃത്തി ഒന്നുകൂടി വിപുലമാക്കി. ചുവരുകളിൽ സിന്ദൂരം കൊണ്ട് വരച്ച കൽദായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ അവൾ കണ്ടു. അരപ്പട്ട കൊണ്ട് അരമുറുക്കി തലയിൽ വർണ്ണശബളമായ തലപ്പാവ് ചുറ്റി കൽദായ നാട്ടിൽ ജനിച്ച ബാബിലോണിയക്കാരെ പോലെ കാണപ്പെടുന്ന വീരന്മാരുടെ ചിത്രങ്ങൾ. അവ കണ്ടപ്പോൾ തന്നെ അവൾ അവരെ അത്യന്തം മോഹിച്ചു. അവൾ കൽദായയിൽ അവരുടെ സമീപത്തേക്ക് ദൂതന്മാരെ അയച്ചു. അവളോടൊത്ത് ശയിക്കാൻ ബാബിലോണിയക്കാർ വന്നു. അവർ അവളെ വിഷയാസക്തി കൊണ്ട് മലിനയാക്കി. അതിനുശേഷം അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. അവൾ പരസ്യമായി വ്യഭിചാരം ചെയ്യുകയും നഗ്നത തുറന്നു കാട്ടുകയും ചെയ്തപ്പോൾ അവളുടെ സഹോദരിയോടെന്ന പോലെ അവളോടും എനിക്ക് വെറുപ്പായി. എന്നിട്ടും ഈജിപ്തിൽ വ്യഭിചാരവൃത്തി നടത്തിയ യൗവനകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് അവൾ കൂടുതൽ വ്യഭിചരിച്ചു. കഴുതകളുടേതുപോലെയുള്ള ലിംഗവും കുതിരകളുടേതുപോലുള്ള ബീജസ്രവണവുമുള്ള തൻ്റെ ജാരന്മാരെ അവൾ അമിതമായി കാമിച്ചു. ഈജിപ്തുകാർ മാറിടത്തിലമർത്തുകയും ഇളം സ്തനങ്ങളെ ലാളിക്കുകയും ചെയ്ത നിന്റെ യൗവനത്തിലെ വിഷയലമ്പടത്വം നീ കൊതിച്ചു. അതിനാൽ ഒഹോലിബ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ വെറുത്ത നിന്റെ കാമുകന്മാരെ ഞാൻ നിനക്കെതിരെ ഇളക്കിവിടും. എല്ലാ വശങ്ങളിലും നിന്ന് അവരെ ഞാൻ കൊണ്ടുവരും. ആരും കൊതിക്കുന്ന യുവാക്കളായ സ്ഥാനപതികളും സേനാനായകന്മാരും പ്രഭുക്കന്മാരും അശ്വരൂഢരുമായ ബാബിലോണിയക്കാരെയും കൽദായരെയും പൊക്കോദ്, ഷോവ, കോവ എന്നീ ദേശക്കാരെയും എല്ലാ അസീറിയക്കാരെയും ഞാൻ കൊണ്ടുവരും. അവർ ധാരാളം രഥങ്ങളോടും വാഹനങ്ങളോടും കാലാൾ പടയോടും കൂടെ വടക്കുനിന്ന് നിനക്കെതിരെ വരും. അവർ കവചവും പരിചയും പടത്തൊപ്പിയും ധരിച്ച് നിനക്കെതിരെ അണിനിരക്കും. ന്യായവിധി ഞാൻ അവരെ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായമനുസരിച്ച് നിന്നെ വിധിക്കും. ഞാൻ എൻ്റെ രോഷം നിന്റെ നേരെ തിരിച്ചുവിടും.
അവർ നിന്നോട് ക്രോധത്തോടെ വർത്തിക്കും. അവർ നിന്റെ മൂക്കും ചെവികളും മുറിച്ചുകളയും. നിന്നിൽ അവശേഷിക്കുന്നവർ വാളിനിരയാകും. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചെടുക്കും. അവശേഷിക്കുന്നവർ അഗ്നിക്കിരയാകും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും അമൂല്യരത്നങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ ഭോഗാസക്തിക്കും ഈജിപ്തിൽ വെച്ച് നീ ശീലിച്ച വ്യഭിചാരവൃത്തിക്കും ഞാൻ അറുതി വരുത്തും. ഇനി നീ ഈജിപ്തുകാരുടെ നേരെ കണ്ണു തിരിക്കുകയോ അവരെ സ്മരിക്കുകയോ ചെയ്യുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നീ വെറുക്കുന്നവരുടെ കരങ്ങളിൽ, നീ മനം മടുത്ത് ഉപേക്ഷിച്ചവരുടെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കും. അവർ നിന്നോട് വെറുപ്പോടെ പ്രവർത്തിക്കും. നിന്റെ അധ്വാനഫലം അവർ കൊള്ളയടിക്കും. നഗ്നയും അനാവൃതയുമായി നിന്നെ അവർ ഉപേക്ഷിക്കും. അങ്ങനെ നിന്റെ വ്യഭിചാരവൃത്തിയുടെ നഗ്നതയും നിന്റെ ഭോഗാസക്തിയും വേശ്യാവൃത്തിയും അനാവൃതമാകും. നീ ജനതകളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും അവരുടെ വിഗ്രഹങ്ങളാൽ മലിനയാക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത്. നീ നിന്റെ സഹോദരിയുടെ പാതയിൽ ചരിച്ചു. അതുകൊണ്ട് അവളുടെ പാനപാത്രം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ സഹോദരിയുടെ കുഴിയും വട്ടവും ഉള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നീ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും. അതിൽ വളരെയേറെ കുടിക്കാനുണ്ട്. ഭീതിയുടെയും ശൂന്യതയുടെയും പാനപാത്രത്തിൽ നിന്ന്, നിന്റെ സഹോദരിയായ സമരിയായുടെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് ഉന്മത്തതയും ദുഃഖവും കൊണ്ട് നീ നിറയും. നീ അത് കുടിച്ചു വറ്റിക്കും. പാത്രമുടച്ച് കഷ്ണങ്ങൾ കാർന്നു തിന്നും. നിന്റെ മാറിടം നീ പിച്ചി ചീന്തും. ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിന്റെ ഭോഗാസക്തിയുടെയും വ്യഭിചാരത്തിൻ്റെയും ഫലം നീ അനുഭവിക്കും. കർത്താവ് എന്നോട് അരുളി ചെയ്തു. മനുഷ്യപുത്ര, ഒഹോലായെയും ഒഹോലിയാബയെയും നീ വിധിക്കുകയില്ലേ? എങ്കിൽ അവരുടെ മ്ലേച്ഛതകൾ നീ അവരുടെ മുൻപിൽ തുറന്നു കാട്ടുക. അവർ വ്യഭിചാരം ചെയ്തു. അവരുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. അവരുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു. എനിക്ക് അവരിൽ ജനിച്ച പുത്രന്മാരെ അവയ്ക്ക് ഭക്ഷണമായി അഗ്നിയിൽ ഹോമിച്ചു. അതിനും പുറമെ ഇതുകൂടി അവർ എന്നോട് ചെയ്തു. അന്നു തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കുട്ടികളെ വധിച്ച ദിവസം തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്തു പ്രവേശിച്ച് അത് മലിനപ്പെടുത്തി. ഇതാണ് അവർ എൻ്റെ ഭവനത്തിൽ ചെയ്തത്. കൂടാതെ വിദൂരത്തുനിന്ന് അവർ ദൂതനെ അയച്ച് പുരുഷന്മാരെ വരുത്തി. അവർക്കു വേണ്ടി നീ കുളിച്ച് കണ്ണെഴുതി ആഭരണങ്ങൾ അണിഞ്ഞു. രാജകീയമായ ഒരു സപ്രമഞ്ചത്തിൽ നീ ഇരുന്നു. അതിനരുകിൽ ഒരു മേശയൊരുക്കി എൻ്റെ സുഗന്ധവസ്തുക്കളും തൈലവും വെച്ചു. സുഖലോലുപരായ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. വിജനപ്രദേശത്തു നിന്ന് വരുത്തിയ മദ്യപന്മാരും സാധാരണക്കാരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ സ്ത്രീകളെ കയ്യിൽ വളയണിയിച്ച് ശിരസിൽ മനോഹരമായ കിരീടം ധരിപ്പിച്ചു. ഞാൻ ചിന്തിച്ചുപോയി, വ്യഭിചാരവൃത്തി കൊണ്ട് വൃദ്ധയായ സ്ത്രീ, അവളുമായി അവർ പരസംഗത്തിലേർപ്പെടുമോ? എന്നാൽ ഒരു വേശ്യയെ എന്ന പോലെ അവളെ അവർ സമീപിച്ചു. ഇങ്ങനെ വ്യഭിചാരിണികളായ ഒഹോലായെയും ഒഹോലിബായെയും അവർ സമീപിച്ചു. വേശ്യകളെയും രക്തം ചിന്തിയ സ്ത്രീകളെയും വിധിക്കുന്നത് പോലെ നീതിമാന്മാർ അവരെ വിധിക്കും. കാരണം അവർ വേശ്യകളാണ്, അവരുടെ കരം രക്തപങ്കിലവുമാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവർക്കെതിരായി ഒരു സൈന്യത്തെ അണിനിരത്തുക. സംഭീതരാക്കാനും കൊള്ളയടിക്കാനും അവരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സൈന്യം അവരെ കല്ലെറിയുകയും വാളുകൊണ്ട് ചീന്തിക്കളയുകയും ചെയ്യും. അവർ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യും.
സ്ത്രീകൾ ഇതൊരു മുന്നറിയിപ്പായി കരുതി. നിന്നെപ്പോലെ വിഷയാസക്തിക്ക് അധീനരാകാതിരിക്കാൻ ഞാൻ ദേശത്തെ വിഷയാസക്തിക്ക് അറുതി വരുത്തും. വിഷയാസക്തിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. വിഗ്രഹങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവിൻ്റെ വചനം.